ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ ഒരിടം വരെ പോവാം. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ഞാൻ കൊല്ലത്താണ് താമസം എന്ന് പറഞ്ഞപ്പോഴും എന്നോട് ഒത്തിരി പേര് ചോദിച്ചതാ, ചേച്ചി മണി കെട്ടുന്ന അമ്പലത്തിൻ്റെ അടുത്താണോ? നമുക്ക് ഒത്തിരി അടുത്തുള്ളൊരു 10-20 മുക്കാൽ മണിക്കൂറുണ്ടോ? ഒരു 3/4 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ദൂരമെങ്കിലും. നമ്മൾ ബൈ റൂട്ടൊക്കെ കയറി പോകുമ്പോൾ ഇച്ചിരി പെട്ടെന്നുണ്ടല്ലോ, നമ്മൾ ബൈ റൂട്ട് കയറി പോകും. എന്നാലും ഞാൻ വിചാരിച്ചെന്നാൽ നമ്മൾ ഈ പ്രാവശ്യം കാട്ടിലമ്പലത്തിൽ പോകുന്നതും കാട്ടിൽ പൊന്മന അങ്ങനല്ലേ, പന്മനയെന്നല്ലേ, പന്മന കാട്ടിൽ മെക്കതിൽ ദേവി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പം നല്ല രസം, അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ അടിപൊളി. നമ്മുടെ കടലിൻ്റെയും കായലിൻ്റെയും നടുക്ക് ഒരമ്പലം. നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് കടത്തിറങ്ങി, ജങ്കാർ വഴി കടത്തിറങ്ങി. അപ്പം നല്ല രസം നമുക്ക്. പക്ഷേ ഈ സമയത്ത് പോയാൽ ഭയങ്കര വെയിലായതുകൊണ്ട് കണ്ണ് കാണാനൊക്കെ ഇച്ചിരി വെളുപ്പിന് പോകുന്നത് നല്ല അടിപൊളി വ്യൂ. അപ്പം നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങൾ വേണ്ട ഇങ്ങോട്ട് നോക്ക്, പോകാനുള്ള വെള്ളമൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചിരാറുണ്ട്. യാത്ര പോകാനൊക്കെയുള്ള വെള്ളവും ഒക്കെ ആയിട്ട് ഇറങ്ങാതെ അമ്മ എനിക്ക് വെള്ളം എടുത്തു വന്ന്, വെള്ളമൊക്കെ ആയിട്ട് കുത്തിയടിച്ചിരിപ്പുണ്ട്. പിന്നെ അടുത്തറിഞ്ഞ് കാണിച്ചത് നമ്മുടെ സ്വന്തം ജമ്മു. എന്താ ഉള്ളതില്ലേ പറഞ്ഞത്. ഞങ്ങളിതാ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ ട്രാവലിന് ഏറ്റവും സൗകര്യം ഈ ബൈക്ക് ഇവിടെ മാറ്റി ഷെഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ജയമോനിപ്പം ബൈക്കിനേക്കാൾ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മോളുമായിട്ട് പോകുമ്പോൾ ഇതിനകത്ത് പോകാനാണ് എപ്പോഴും സൗകര്യം. ഇതിൻ്റെ ഡിക്കിക്കകത്തിൽ കുറേ സാധനങ്ങളും ഉള്ളൂ, ഫ്രണ്ടിൽ കുറേ സാധനങ്ങളും ഉള്ളൂ. അത് കാരണം ഇതെങ്ങനെ ഒന്ന് തിരിക്കുന്നത് എങ്ങനെ, ഇത് ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പിടിച്ചില്ലെങ്കിൽ ഇരിക്കാൻ പറ്റും. നല്ല സീറ്റിന് നല്ല വീതിയുള്ളൂ, നല്ല കംഫർട്ടായിരിക്കും. എനിക്ക് പക്ഷേ ബൈക്കിൽ ഭയങ്കര ഇഷ്ടം. ബൈക്കിൽ ഇതിനകത്തിലിരിക്കുമ്പോൾ എന്തോ താനിരിക്കുന്ന പോലെ, ബൈക്കിലാകുമ്പോൾ ഇച്ചിരി പൊക്കത്തിരിക്കുന്ന പോലെ തോന്നും. എനിക്ക് ബൈക്കിൽ പോകുന്ന ഇഷ്ടം. പക്ഷേ ഇവർ രണ്ടുപേരും പോകില്ല. ഞാനിത് ഓടിച്ച് മടുത്തത് കൊണ്ടോ ഇതിലിരുന്ന് മടുത്തത് കൊണ്ടോ ആയിരിക്കും എനിക്കിതിൽ പോകാൻ ഇഷ്ടമല്ല. ഇവർക്ക് രമോൻ അത് ഓടിച്ച് മടുത്തത് കൊണ്ടാണ് ഇതിൽ പോകാൻ ഇഷ്ടം. എനിക്കിത് ഓടിച്ച് മടുത്തത് കൊണ്ട് എനിക്ക് ബൈക്കിൽ പോകാൻ ഇഷ്ടം. പക്ഷെ കൊണ്ടുപോകത്തില്ല. പറഞ്ഞ് ചോദിച്ചത് ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെക്കട്ടെ. അമ്മയുടെ വണ്ടി എപ്പോഴും ചോദിച്ചിട്ട് മുടി ഞാൻ ഇങ്ങനെ അങ്ങ് കെട്ടി ഒതുക്കി വെച്ച് പറന്ന് പോയി കഴിഞ്ഞാൽ അല്ലാതെ മുടിയെല്ലാം പോയി. അപ്പം ഹെൽമെറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലടിക്കത്തില്ല. അപ്പോൾ ഞാൻ വെയിലടിക്കാതിരിക്കാനാണ് ഹെൽമെറ്റ് വെക്കുന്നത്. ഹെൽമെറ്റും വെച്ച് മാസ്കും വെച്ച് ഗ്ലാസും കാത്തിട്ട് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഹെൽമെറ്റ് വെച്ച് പോവാം. ടാറ്റാ. നമുക്കിനി അമ്പലത്തിൽ ചെന്നിട്ട് റോഡിൽ നല്ല തിരക്കായിരിക്കും. ഇന്ന് ഞായറാഴ്ച ഉണ്ടായതുകൊണ്ട് റോഡിൽ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് റോഡിലെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമുക്കിനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. നക്ഷത്രം എത്ര നേരം കൊണ്ട് ഒരു പാട്ട് പാടുന്ന പോലെ പാടുന്നത്. നീ ഇങ്ങോട്ട് വാ. അമ്മയുടെ വണ്ടിയാണ് അച്ഛനാണ്, അമ്മയുടെ വണ്ടിയാണ് അച്ഛനാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഈ കാണുന്നുണ്ടിരിക്കുന്നത്. നമ്മൾ ജങ്കാർ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള വ്യൂ ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ കടത്തും കയറി പോകാം. പക്ഷേ കടത്ത് കയറാൻ പേടിയായതുകൊണ്ട് എല്ലാവരും പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ജങ്കാറിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ ജങ്കാർ വന്ന് കിടന്നുകൊണ്ട് ഓടി ചെന്ന് ജങ്കാറിൽ കയറി. പക്ഷേ ഭയങ്കര വെയിൽ, നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് കാണുന്നുണ്ടോ ആവോ. പിന്നെ ജങ്കാറിൻ്റെ അതിൽ നിന്ന് കഴിയുമ്പോൾ ഇരിക്കാൻ പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാൻ അതിനകത്തിൽ സ്ഥലമുണ്ട്. പിന്നെ അതാണ്ട് ഇങ്ങനെ ഈ കടത്തിറങ്ങി നമ്മൾ അപ്പുറത്ത് ചെന്നെങ്കിൽ നമുക്ക് അമ്പലത്തിലോട്ട് പോകാനുള്ള സ്ഥലത്ത് എത്തത്തുള്ളൂ. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ കടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ വള്ളത്തിൽ കൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. നല്ല രസം അടുത്ത വ്യൂ കാണാം. പക്ഷേ വെയിലില്ലാത്ത സമയത്ത് നമ്മൾ പോകണം. വെയിൽ കൊണ്ട് നമ്മൾ മുട്ടയടിച്ച് കരിഞ്ഞു പോകും. കുടയുള്ളവർ കുടയും കൊണ്ട് പോയാൽ വലിയ കുഴപ്പമില്ല, കുടയില്ലാതെ പോയാൽ തീർന്നു. ഞാനൊക്കെ കരിഞ്ഞു പോയി അവിടെ നിന്ന്. പിന്നെ നിറച്ച ആളുണ്ടായിരുന്നു, നമ്മുടെ ജങ്കാർ നിറച്ച ആളുണ്ടായിരുന്നു. അങ്ങനെ കടത്തിറങ്ങി നമ്മൾ ഇപ്പുറത്ത് വന്നു. ജങ്കാർ അപ്പുറത്ത് ചെന്ന് നമ്മൾ കടത്തിറങ്ങി ഇപ്പുറത്ത് വന്നു. രണ്ട് സൈഡിൽ കൂടെ നല്ല അടിപൊളി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകുമായിരുന്നു. ഞങ്ങൾ വന്ന ജങ്കാറിനകത്തിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി വന്നിങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഞങ്ങളുടെ മുന്നേ പോയവരൊക്കെ കയ്യിൽ കുട ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ മാത്രം കുടയില്ല. നക്ഷത്രം തിരിച്ച് കാണിച്ചു ഫോണിൽ നോക്കി. കടത്തിറങ്ങിയിട്ട് നല്ലൊരു നടത്തമുണ്ട് അമ്പലത്തിലോട്ട്. അത്രയും നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് ബോറടിക്കാതിരിക്കാൻ രണ്ട് സൈഡിലും കടകളുണ്ട്. ഞാനും കുഞ്ഞാവേ ഇത് കണ്ടപ്പോഴത്തേന് നാഗവല്ലിയെ പോലെ ഉണർന്നു. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. അവസാനം അവളെ കൊണ്ട് ഒട്ടും ക്ഷമയില്ലാതെ ജയമോൻ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു. അവൾ ഓരോ കടയുടെ മുമ്പിൽ കയറി അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും വരുന്ന വഴിക്ക് ഒരുപാട് നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാം തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന കക്ഷിയുടെ ഓർഡർ. അങ്ങനെ ഞാൻ വെയിലിനൊരു അവസാനം കണ്ടു ഗൈസ്. അപ്പോൾ ഇനി നേരെ ചെന്ന് ക്യൂ നിൽക്കാൻ പോവാം. മണി കെട്ടുന്നതിന് നമ്മൾ രസീത് എഴുതണം. അപ്പോൾ രസീത് എഴുതിച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇത് കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് തരും. ആ പൂജിച്ച് തരുന്നത് കൊണ്ടുവന്നാണ് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഞാൻ രസീത് എഴുതിച്ച് വന്നപ്പോഴത്തേനും തിരുമേനി അത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് തൊഴുതിറങ്ങി വന്നു. അമ്പലത്തിനകത്തോട്ട് മൊബൈൽ സ്വസ്ഥമായിട്ട് തൊഴുത്
തിരക്കുണ്ടായിരുന്നെങ്കിലും നല്ല ക്യൂ നിന്ന് നല്ല രീതിക്ക് തൊഴാൻ ഇപ്പം നമുക്ക് പുറത്തുള്ളതെല്ലാം എടുക്കാം കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൽ എൻ്റെ കല്യാണത്തിന് മുന്നേ തൊട്ടേ വന്നിട്ടുള്ളതാണ്. ഏകദേശം ഒരു 6-7 വർഷത്തോളമായി ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. ഇപ്പം പക്ഷേ കുറച്ച് നാളുകൊണ്ട്, കുറച്ചധികം നാളായി ഞാൻ ഒരു വർഷത്തോളമായി ഞാൻ ഇവിടെ വരാതെ നിന്നിട്ട്. കല്യാണം കഴിഞ്ഞ് ഞാനും ജയമോനൂടെ വന്നിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ ഞാനും അമ്മയും അനിയത്തിയും കൂടെ ആയിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഞാനും ജയമോനുമായി പോക്കും വരുമൊക്കെ. ഇപ്പോൾ കുറേ നാളായിട്ട് പോകാതിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് സാധിച്ചു തരുമായിരുന്നു. ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ ചെന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച് ഞാൻ വരുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും വിശ്വസിക്കും, വിശ്വാസമല്ലേ എല്ലാം. അങ്ങനെ ഞാൻ തിരുമേനി എടുക്കുന്ന പ്രസാദം ഒക്കെ വാങ്ങിച്ച്, തീർത്ഥം വാങ്ങിച്ചു, പ്രസാദം വാങ്ങിച്ചു, അങ്ങനെ തൊട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും, ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പൂജിച്ച് നമ്മൾ രസീത് എഴുതി കൊടുത്തത് പൂജിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 മണിക്കാണ് എഴുതിയത്, ഒന്ന് എനിക്കും ഒന്ന് ജയമോനും. അങ്ങനെ മണി എടുത്തു. ഇനി ആ പുറകിൽ കാണുന്ന ആലിലാണ് നമ്മൾ 7 വലത്ത് വെച്ച് അത് കെട്ടുന്നത്. അപ്പം ഞാൻ ഈ മണി എടുത്ത് ഞാൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വീട്ടിൽ വന്നിച്ച് ഞാൻ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അവിടെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഞങ്ങൾ 2 ആളും കൂടെ വട്ടം ചുറ്റി തൊഴുതു 7 വലത്ത് വെച്ച് എൻ്റെ ആഗ്രഹം പറഞ്ഞ് 7 വലത്ത് ഞാൻ മനസ്സിൽ കണ്ട് 7 വലത്ത് വെച്ചിട്ടുണ്ട്. അത് സാധിച്ചു തരണേ ഈശ്വര എന്ന് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധിച്ചു തരുമായിരിക്കും. അങ്ങനെ 7 വലത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തൊഴുത് മണി കെട്ടുക. 7 വലത്ത് വെച്ചിട്ട് 7 മണി കെട്ടുക. 7 വട്ടം ചരട് കെട്ടണം. നമ്മൾ 7 കെട്ട് കെട്ടണം. നമ്മൾ ആ 7 കെട്ട് കെട്ടി കഴിയുമ്പം അത് പൂർത്തിയായി. പിന്നെ നമ്മൾ 7 മണി കെട്ടണമെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് 7 മണി നിങ്ങൾക്ക് എപ്പോൾ വേണേലും കെട്ടാം. ആഴ്ചയിൽ കെട്ടാം, ഡെയിലി കെട്ടാം, മാസത്തിൽ കെട്ടാം, എങ്ങനെ വേണേലും കെട്ടാം. എനിക്ക് ആഴ്ചയിലൊന്നും കെട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മാസത്തിൽ 1 മണി വെച്ചാണ് കെട്ടുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാസത്തിൽ നമ്മൾ ഏതാഗ്രഹം സാധിച്ചാലും അത് സാധിച്ചെടുക്കാൻ ഒരു സമയം നമ്മൾ ഭഗവാനായാലും കൊടുക്കണ്ടേ. നമ്മൾ പറഞ്ഞ ഉടനെ സാധിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഏതൊരാഗ്രഹവും മനസ്സുരുകി വിളിച്ചാൽ അത് സാധിച്ചു തരാൻ ഭഗവാനും ഒരു സമയം കൊടുക്കണ്ടേ. അതാണ് ഞാൻ 7 മാസമായിട്ട് കെട്ടി ആഗ്രഹം സാധിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ വലിയ ആലിനകത്തിൽ ഇഷ്ടം പോലെ മണികളുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും മണികളുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഇതെല്ലാം ഓരോ മനുഷ്യർ വന്ന് കെട്ടുന്ന, ഓരോ ആൾക്കാരും അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വന്ന് വിശ്വാസത്തോടെ കെട്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ കോലം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മുടി ഇത്രയും കുഞ്ഞു. എനിക്ക് കല്യാണത്തിന് മുന്നേ നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫിൽറ്റർ വെള്ളത്തിലെ കുളി ആയതുകൊണ്ടാണോ എൻ്റെ മുടി കൊഴിയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞ് മുടിയുടെ അറ്റം തീരെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും കുളിർമ. എന്താ പറയും ഈ ഐസ്ക്രീം തിന്നുന്ന കാര്യം ഗീതാമ്മയോട് എന്താ പറയും? ഐസ്ക്രീമാണോ? വഴക്ക് പറയത്തില്ല ഈ ഐസ്ക്രീം തിന്നാലോ? ഞാനോ? നീ പറഞ്ഞിട്ടാ മേടിച്ചു തന്നത് കേട്ടോ. സമ്മതിക്കണം അവിടെ ചെല്ലുമ്പോൾ. എന്തുവാ ഐസ്ക്രീമിൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞിട്ടല്ലേ വാങ്ങിച്ചു തന്നത്? ഇങ്ങോട്ട് നോക്ക്. അല്ലയോ? ആണോ? മോരുണ്ട്, സോഡാ നാരങ്ങയുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സോസ് ഗീതാമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞാവ ഐസ്ക്രീം തിന്നതായിട്ട് ഞാൻ ഒരു ബന്ധവുമില്ല. അത് അവർ അച്ഛനും മോളും തമ്മിലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ പുറകുവശത്തെ ബീച്ചാണ്. ഇപ്പം സമയം ഒരു 12 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഒരു മനുഷ്യരും ഇല്ലാത്ത. അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.